കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോര് ശക്തമാകുന്നു. വിസിയുടെ വിലക്ക് ലംഘിച്ച് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി. ഇതിനിടയിൽ രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല ഡോക്ടർ മിനി കാപ്പന് നൽകി വിസി ഉത്തരവിറക്കി. അതേസമയം ചാൻസലർ ഇടപെടേണ്ട ഗൗരവമായ വിഷയം സർവകലാശാലയിൽ ഇല്ല എന്നാണ് രാജ്ഭവന്റെ നിലപാട്. ഇതിനിടെ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇന്നും യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തയുടെ വിശദാംശങ്ങൾ ഹാൻസ് ജോൺ പങ്കുവയ്ക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ്, വിസി സിൻഡിക്കേറ്റ് ഈ പോര് അത് ഇങ്ങനെ വളരെ വ്യാപിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലും തോറും ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്? കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിലുള്ള പോര് അയവില്ലാതെ മുറുകുകയാണ്. കഴിഞ്ഞ ദിവസമാണ് രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാറിനെ വിലക്കിക്കൊണ്ട് സർവകലാശാല വൈസ് ചാൻസലർ ഒരു നോട്ടീസ് അയക്കുന്നത്. അതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഓഫീസർക്ക് ഒരു നിർദ്ദേശവും നൽകുന്നു. അനധികൃതമായി ഓഫീസിൽ രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാർ പ്രവേശിക്കാതിരിക്കാനുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത്. പക്ഷേ ഈ നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാർ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അടക്കം പിന്തുണയോടുകൂടി ഇന്ന് ഓഫീസിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിൽ ഏർപ്പെടുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ താൽക്കാലിക രജിസ്ട്രാറായി ഡോക്ടർ മിനി കാപ്പിനെ നിയോഗിച്ചുകൊണ്ട് സർവകലാശാല ഉത്തരവിറക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഉത്തരവുകളൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. അതിനോടൊപ്പം തന്നെ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകളടക്കം പ്രതിഷേധം സംഘടിപ്പിച്ചു. AIYF, DYFI, ഇതിനോടൊപ്പം തന്നെ AISF, KSU എന്നീ സംഘടനകളാണ് ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു നടപടിയും വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ ഫയലുകൾ രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാറിന് കൈമാറുന്നത് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് കമ്പ്യൂട്ടർ വിഭാഗത്തിന് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയത്. പക്ഷേ ഈ നിർദ്ദേശവും ഫലപ്രാപ്തിയിലെത്തിയില്ല. വൈകിട്ടോടെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാറിൻ്റെ ഈ ഡിജിറ്റൽ ID പുനഃസ്ഥാപിക്കുന്നു. ഡോക്ടർ സിസ തോമസ് ആണ് രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാറിൻ്റെ ID കഴിഞ്ഞ ദിവസങ്ങളിൽ സസ്പെൻഡ് ചെയ്തത്. ഇതോടുകൂടി ഈ ഫയലുകൾ കൈകാര്യം ചെയ്യാൻ രജിസ്ട്രാർ അനിൽകുമാറിന് വീണ്ടും സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷേ രജിസ്ട്രാറിനെ വീണ്ടും രജിസ്ട്രാർക്കെതിരെ വീണ്ടും നടപടിയെടുക്കുക തന്നെയാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നുണ്ടായ തീരുമാനം. അതിൻ്റെ ഭാഗമായി രജിസ്ട്രാർ വഴി അയക്കുന്ന ഒരു ഫയലുകളും കൈകാര്യം ചെയ്യേണ്ട എന്ന നടപടിയിലേക്കാണ് വൈസ് ചാൻസലർ കടന്നത്. ആ ഫയലുകളെല്ലാം മാറ്റിവെക്കാനും അതിനോടൊപ്പം തന്നെ അത്യാവശ്യമുള്ള ഫയലുകൾ നേരിട്ടയക്കാനും വൈസ് ചാൻസലർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റി ഓഫീസർ ഇപ്പോൾ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. താൻ വൈസ് ചാൻസലർ നൽകിയ വിലക്ക് അല്ലെങ്കിൽ വൈസ് ചാൻസലർ കൽപ്പിച്ച വിലക്കിൻ്റെ കാര്യം രജിസ്ട്രാറെ അറിയിച്ചുവെന്ന്, പക്ഷേ അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുമാണ് ഇപ്പോൾ സെക്യൂരിറ്റി ഓഫീസർ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്തായാലും കേരള ശാലയിലെ പോര് അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിലും ഇത് കടുക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഹാൻസ് ജോൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്.